അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഉലുഹിയത്ത് അഥവാ ബലികർമ്മം അതിൽ പങ്കെടുക്കുന്ന ഒരാൾ, അത് സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, ദുൽഹിജ്ജ 1 മുതൽ ആ ഉലുഹിയത്ത് കർമ്മം നിർവഹിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് നഖം, മുടി എന്നിവ മനഃപൂർവ്വം നീക്കം ചെയ്യരുത്. അറിയാത്ത രൂപത്തിൽ നമ്മൾ മനഃപൂർവ്വമല്ലാതെ കുളിക്കുമ്പോഴോ മറ്റോ ഒക്കെ അത് കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതൊന്നും പ്രശ്നമല്ല. നമ്മളായിട്ട് മനഃപൂർവ്വം അത് വെട്ടുകയോ അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ അത് നീക്കം ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. മുടി എന്ന് പറയുമ്പോൾ തലമുടി മാത്രമല്ല, ശരീരത്തിലുള്ള ഏത് മുടിയും രോമവും ആവാം. അതൊന്നും നീക്കം ചെയ്യാൻ പാടില്ല എന്നർത്ഥം. ഇനി ആ ഒരു ബലികർമ്മം നിർവഹിക്കുന്നത്, അറവ് നടക്കുന്നത് ഒരുപക്ഷെ പെരുന്നാളിൻ്റെ അന്ന് തന്നെ ആവണമെന്നില്ലല്ലോ. 1-ാം പെരുന്നാളിന് തന്നെ ആവണമെന്നില്ല. അടുത്ത ദിവസങ്ങൾ, അയ്യാമു തശ്രീക്കിൻ്റെ ദിവസങ്ങളിൽ അറവ് നടത്തുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നാണോ ആ അറവ് നടത്തുന്നത് അതുവരെ ഈ ഒരു കാര്യം പാലിക്കേണ്ടതുണ്ട്. അതിന് ശേഷമേ നഖം, മുടി എന്നിവ നീക്കം ചെയ്യാൻ പാടുള്ളൂ എന്നർത്ഥം. ഇനി ഒരാൾ ഉലുഹിയത്തിൽ പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ അറവ് നടത്തുന്നത് അയാളല്ല, മറ്റൊരാളാണ് അറവ് നടത്തുന്നത്. എങ്കിലും ഇദ്ദേഹം അതിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം അത് പാലിക്കാൻ ബാധ്യസ്ഥനാണ്. അതല്ലാതെ അറവ് നിർവഹിക്കുന്ന ആൾ മാത്രം ഈ ഒരു കാര്യം പാലിച്ചാൽ പോരാ. ഇനി ഒരു കുടുംബം ഒന്നിച്ചാണ് ഉലുഹിയത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുണ്ടാവുമല്ലോ. ഒരുപക്ഷെ കുടുംബനാഥനാവാം, അല്ലെങ്കിൽ മറ്റൊരാളാവാം. ആ നേതൃത്വം കൊടുക്കുന്ന ആൾ മാത്രം ഇത് പാലിച്ചാൽ മതി. അതല്ലാതെ കുടുംബത്തിലുള്ള എല്ലാവരും ഇത് പാലിക്കേണ്ടതില്ല. അല്ലെങ്കിൽ ഒരാൾക്ക് അതിൻ്റെ നേതൃത്വം ഏൽപ്പിച്ച് കൊടുക്കുക, ഒന്നിച്ചൊരു കുടുംബം പങ്കെടുക്കുന്ന സമയത്ത്. ഇനി ഉലുഹിയത്തിൽ ഷെയർ ചേർന്നാൽ ആ ഷെയർ ചേർന്ന എല്ലാവരും ഈ നിയമം പാലിക്കേണ്ടതുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ അതിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് നേതൃത്വം ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇനി ഇങ്ങനെ മുടി നീക്കം ചെയ്യാതിരിക്കൽ അത് സുന്നത്താണോ, അങ്ങനെ നീക്കം ചെയ്തു പോയാൽ അത് ഹറാമാണോ കറാഹത്താണോ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എങ്കിലും ഏറ്റവും പ്രബലമായ അഭിപ്രായം അങ്ങനെ നീക്കം ചെയ്യാതെ ഇരിക്കൽ അത് ഏറ്റവും നല്ലൊരു സുന്നത്താണ്. അങ്ങനെ നീക്കം ചെയ്താൽ അതൊരു ഹറാമിൻ്റെ ഗണത്തിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും എണ്ണിയിട്ടില്ല. അതുകൊണ്ട് അതിനെന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്യുകയോ മറ്റൊന്നും വേണ്ട. ആരെങ്കിലും നഖവും മുടിയും നീക്കം ചെയ്താൽ ആ സുന്നത്തിൻ്റെ, ഏറ്റവും നല്ല സുന്നത്തിൻ്റെ കൂലി നഷ്ടപ്പെടും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. ചെയ്തു പോയാൽ, അങ്ങനെ ആ തരത്തിൽ ചെയ്താൽ അതൊരു ഹറാം എന്ന രൂപത്തിലൊന്നും, അതിന് ശിക്ഷ ലഭിക്കും എന്ന രൂപത്തിലൊന്നും ഭൂരിപക്ഷം പണ്ഡിതന്മാരും അതിനെ കണക്കാക്കിയിട്ടില്ല എന്നർത്ഥം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.